വിഷു അടുത്ത് വരികയല്ലേ. മുമ്പ് ഒട്ടുമിക്ക വീടുകളിലും വിഷുവിൻ്റെ അന്ന് രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കാറില്ല. പകരം വിഷുക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത്. ഉച്ചയ്ക്ക് സദ്യയുമായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ രാവിലെ കഴിക്കുന്ന നല്ല രുചിയുള്ള ഈ വിഷുക്കഞ്ഞി എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വിഷുക്കഞ്ഞി വയ്ക്കാനായി ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് വൻപയറാണ്. ഇത് 5 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർന്നതിന് ശേഷം കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് ആവശ്യം ഇത് രണ്ടും വേവിച്ചെടുക്കാനുള്ള തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. 1-ാം പാൽ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. 3-ാം പാൽ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം 3-ാം പാൽ ഒഴിച്ചാണ് ആദ്യം ഈ അരിയും വൻപയറും വേവിച്ചെടുക്കേണ്ടത്. അരി നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത അരി വേവിക്കേണ്ട പാത്രത്തിലോട്ടാക്കിയതിനു ശേഷം 3-ാം പാൽ ഒഴിച്ച് വേവിച്ചെടുക്കാം. 3-ാം പാൽ മുഴുവനും ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഇതുപോലെ കഴുകി വെച്ചിരിക്കുന്ന വൻപയറും 3-ാം പാൽ ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇവിടെ പച്ചരി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അതും 2-ാം പാലും കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്ത് വീണ്ടും തിളപ്പിക്കാം. ഇവിടെ വൻപയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് ഇനി അരിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 2-ാം പാലിൻ്റെ ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ജീരകം കൂടെ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇവിടെ അരിയും വൻപയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. വിഷുക്കഞ്ഞി ഒരല്പം കുറുകിയ രീതിയിലാണ് വയ്ക്കുന്നത്. ഇനി നമുക്ക് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടായാൽ മതി. ഇപ്പോൾ ഇവിടെ നല്ലൊരു വിഷുക്കഞ്ഞി റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു. ബൈ.